കരിമ്പ് 60 രൂപ, 35 രൂപ, 30 രൂപ. അപ്പോൾ നിങ്ങൾ ആലോചിച്ചിട്ടിരിക്കുകയായിരിക്കും ഇത് എന്താണ്, ഇത് പച്ചക്കറികൾക്ക് വേണ്ടിയിട്ടുള്ള ലേലം വിളിയാണ് കേട്ടോ. ഇത് ഞങ്ങളുടെ ഇവിടെ കൃഷിഭവന്റെ നേതൃത്വത്തിലുള്ള പച്ചക്കറി വിപണിയാണ്. നമ്മുടെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികളൊക്കെ വിപണനം ചെയ്യാനും വാങ്ങാനും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ കാണുന്ന കുക്കുംബർ കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ ഇവിടെ കൃഷി ചെയ്തുണ്ടാക്കിയതാണ്. ഞങ്ങൾ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും വിപണിയിൽ ഇതുപോലെ പച്ചക്കറികൾ കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. ഇന്ന് ഞങ്ങളുടെ കൃഷിയിടത്തിലുണ്ടായിട്ടുള്ള കുറച്ച് കുക്കുംബറുകളാണ് ഞാനും അച്ഛനും അമ്മയും കൂടെ ചേർന്നിട്ട് ഇന്ന് വിപണിയിൽ കൊണ്ടുപോയിട്ട് കൊടുക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ പച്ചക്കറി വിൽക്കാനുള്ള വിപണിയിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. അവിടെ ചെല്ലുമ്പോഴറിയാൻ പറ്റത്തുള്ളൂ ഇന്നത്തെ നിലവിൽ എത്ര വിലയാണ് നമുക്ക് കിട്ടാൻ പോണേന്ന്. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ മീനൊക്കെ ലേലം പിടിക്കുന്ന പോലെയാണ് അവിടെ പച്ചക്കറികൾ ആൾക്കാർ ലേലത്തിന് പിടിച്ചിട്ട് ആവശ്യക്കാർ കൊണ്ടുപോകണം. അപ്പൊ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ അന്നത്തെ മാർക്കറ്റ് വില എത്രയാണോ അതായിരിക്കും നമുക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്. എന്നിട്ട് അവിടെ ചെന്നിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വിപണിയിൽ എത്തിയ സമയത്ത് തന്നെ ഓൾറെഡി ഒരുപാട് കർഷകർ അവരുടെ പച്ചക്കറികൾ നേരത്തെ തന്നെ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ലേലത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ ചെറുതും വലുതുമായിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ ഒരുപാട് പച്ചക്കറികൾ ഉണ്ടായിരുന്നു. മാക്സിമം ഒരുവിധം എല്ലാ പച്ചക്കറികളും ഇതിൻ്റെ കൂട്ടത്തിലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേരും നമ്മൾ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള വിളയുടെ പേരും എഴുതിയിട്ട് നമ്മൾ എവിടെയാണോ നമ്മുടെ പച്ചക്കറികൾ വെച്ചേക്കുന്നത് അവിടെ കൊണ്ടുപോയി വെക്കുക. അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഇവിടെ ലേലം വിളിക്കുന്നത്. അപ്പോൾ കുറച്ച് നേരം തന്നെ കാത്തിരുന്നപ്പോൾ തന്നെ ലേലം ഏകദേശം സ്റ്റാർട്ട് ചെയ്യാറായി. ഓൾമോസ്റ്റ് കർഷകരെല്ലാം പച്ചക്കറികൾ അവിടെ ഓൾറെഡി അറേഞ്ച് ചെയ്തിരുന്നു. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ പച്ചക്കറിയുടെ ലേലമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു വിലയാണ് ഞങ്ങളുടെ പച്ചക്കറിയൊക്കെ കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ വീട്ടിലോട്ട് പോയി കേട്ടോ.